മക്കളെ, എല്ലാ മനുഷ്യരും വിശുദ്ധരാകണം എന്നത് ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ്. നാം ഓരോരുത്തരും തങ്ങളുടെ ജീവിത വിശുദ്ധിക്കായി അക്ഷീണം ശ്രമിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹെബ്രായർ 12:14. വിശുദ്ധിയുടെ എളുപ്പവഴി എന്താ? പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ തുടരുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള കുറുക്കുവഴി. വിശുദ്ധി അഭിഷേകമായി നേടാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ അതിനെ തകർക്കാനായിട്ട് അവൻ പരിശ്രമിക്കും. പരിശുദ്ധാത്മശക്തിയോടെ അവനെ എതിർത്ത് തോൽപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി വിധിക്കുക, കുറ്റാരോപണങ്ങൾ നടത്തുക, അശുദ്ധമായ ചിന്തകളെ താലോലിക്കുക, പരിശുദ്ധാത്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ചെറിയ കള്ളം പറയുക, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരിക്കുക, അശ്ലീല പുസ്തകങ്ങൾ വായിക്കുക, പോസ്റ്ററുകൾ, മോശം സിനിമകൾ, സീഡികൾ ഇവർ കാണുകയും കേൾക്കുകയും വീട്ടിൽ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയും. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ചിന്തയിലും വാക്കിലും നോക്കിലും ഇരിപ്പിലും നടപ്പിലും വിശുദ്ധിയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവേ, യഥാർത്ഥമായ വിശുദ്ധിയുടെ മാർഗത്തിൻ്റെ കൽപ്പടവുകൾ ചവിട്ടി കയറുവാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.